ലോകത്ത് തുല്യം വെക്കാനില്ലാത്ത ഒരു മകനെ കുറിച്ചാണ്. രണ്ട് മക്കളുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകന്റെ ചരിത്രമാണ്. യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മിനൽ കാഫിരീൻ. മോനെ നീ നിഷേധിയാവരുത്, എന്റെ കൂടെ വാ, കപ്പലിൽ കയറ്, നീ മുങ്ങിച്ചത്തുപോകും, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ധിക്കാരിയായ മോൻ പറഞ്ഞെന്താ അറിയോ? ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. നിങ്ങളെ കപ്പലൊന്നും എനിക്ക് ആവശ്യമില്ല, നിങ്ങളുടെ ഈ പൊട്ട വിശ്വാസം എനിക്ക് വേണ്ട, ഞാൻ നീന്തി രക്ഷപ്പെട്ടോളാം. ഏതെങ്കിലും മരത്തിന്റെയോ മലയുടെയോ മുകളിൽ കയറി ഞാൻ കഴിച്ചിലാവും, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കാനൊന്നും നിൽക്കണ്ട എന്ന് ഉപ്പയോട് മറുപടി പറഞ്ഞ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളുടെ പ്രതിനിധികളാണ് 2025 ജീവിക്കുന്ന മക്കളിൽ മഹാഭൂരിപക്ഷവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കളെ, രാത്രി വൈകി വരരുതടാ, അത് നിങ്ങൾ അധർമ്മത്തിലേക്ക് നയിക്കുമെന്ന് പറയുമ്പോൾ എന്റെ പ്രൈവസിയിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചു ചോദിക്കുന്ന മക്കളാണ് ഇന്ന് മഹാഭൂരിപക്ഷ മക്കളും. മോനെ ഇന്നത് ചെയ്യരുത് എന്ന് വാപ്പമാര് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്റെ പ്രൈവസിയിൽ ഇടപെടുന്നത്, എന്റെ സ്വകാര്യതയിൽ ഇടപെടുന്നത്, എന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിടുന്നത്, എങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത് എന്തിനാണ് എന്ന മറുപടിയാണ് മക്കളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുക. നൂഹ് നബി കപ്പലിലേക്ക് കയറാൻ മകനോട് പറഞ്ഞപ്പോ മകൻ പറഞ്ഞ ധിക്കാരത്തിന്റെ മറുപടി, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്റെ പ്രിയപ്പെട്ട എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ദുആയിൽ ഇസ്മായിലിനെ പോലെയുള്ള ഒരു പുത്രനെ നീ എനിക്ക് നൽകണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആ മകന്റെ പ്രത്യേകത എന്താ അറിയോ? അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ കുട്ടിയെ കൊണ്ട് അറുക്കാൻ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അറുക്കാൻ പോയിട്ട് ഇന്നും മിനയിൽ നിന്ന് കാണാം ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിന്റെ കഴുത്തിൽ കത്തിവെച്ച ആ മൊട്ടക്കുന്ന് ഇന്നും കാണാൻ സാധിക്കും. അവിടെ വെച്ച് മകനോട് പറയാണ്, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ആ മകൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? യാ അബത് ഇഫ്അൽ മാ തുഅ്മർ സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പ, അല്ലാഹ് കൽപ്പിച്ചതുപോലെ നിങ്ങൾ ചെയ്തോ. നിങ്ങൾ എന്തിനാണ് അതിന് ബേജാറാവുന്നത്? നിങ്ങൾ എന്ത് തടസ്സാണ് നിങ്ങൾക്ക് അതിനുള്ളത്? എന്റെ ഈ കുപ്പായം അതെന്നിൽ നിന്ന് ഊരി മാറ്റുക, അതിന് രക്തമാകാതെ എന്റെ ഉമ്മയുടെ കയ്യിലേക്ക് നിങ്ങൾ അത് കൊണ്ടുകൊടുക്കുക, എന്റെ രണ്ട് കൈകളും നിങ്ങൾ ശക്തമായി ബന്ധിക്കുക, എന്നിട്ട് നിങ്ങൾ എന്നെ കമിഴ്ത്തി കിടത്തിയിട്ട് എന്റെ കണ്ണ് കാണാത്ത രീതിയിൽ, എന്റെ മുഖം കാണാത്ത രീതിയിൽ അള്ളാഹുവിന്റെ കൽപ്പനയെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി എന്റെ കഴുത്തിലേക്ക് നിങ്ങൾ കത്തിവെക്കുക എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സ്വന്തം പിതാവിന് വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു ബാലനെ, ഒരു മകനെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹിമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നന്മ ചെയ്തതുപോലെ, സുഹൃതം ചൊരിഞ്ഞതുപോലെ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതുപോലെ റബ്ബേ ഞങ്ങളുടെ പ്രവാചകനും കുടുംബത്തിനും സുഹൃതവും അനുഗ്രഹവും ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മൂർച്ചയുള്ള കത്തി ഇസ്മായിലിന്റെ കഴുത്തിലേക്ക് വെച്ചു, കഴുത്ത് മുറിയുന്നില്ല, വീണ്ടും മൂർച്ച കൂട്ടി, കഴുത്ത് മുറിയുന്നില്ല. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഇയ. ഇബ്രാഹിം, മതി, ഇനി നിന്റെ മകന്റെ കഴുത്തിലേക്ക് കത്തി വെക്കേണ്ടതില്ല, അവന്റെ ചോര ചിറ്റേണ്ടതില്ല. ഖദ് സദ്ദഖത റുഇയ, എന്റെ കൽപ്പന നീ പൂർത്തീകരിച്ചിരിക്കുന്നു, ഈ ആ സ്വപ്നം സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സംഭവമുണ്ടല്ലോ. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വക ഒരാടിനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുക്കുകയാണ്. ആ വാപ്പയും മകനും മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ബലികർമ്മം, ഈ പറയുന്ന ഉദ്ഹിയ്യത്ത് നിർവഹിച്ചുകൊണ്ട് ലോകത്തിന് മാതൃക കാണിക്കുകയാണ്. ഇന്നും നമ്മൾ അത്യാധുനിക യുഗത്തിലെത്തി നിൽക്കുമ്പോഴും ആ ചരിത്രാതീത കാലത്ത് ആ വാപ്പയും മകനും സ്വന്തം ജീവനും ജീവിതവും പണയം വെക്കാൻ തയ്യാറായി കാണിച്ചു തന്ന ആ മാതൃകയാണ് നാം പിന്തുടരുന്നത്, ആ മാതൃകയാണ് നാം പിൻപറ്റുന്നത്. ഉരുവിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ നമ്മുടെ മനസ്സ്, റബ്ബേ എല്ലാം നിനക്കുള്ളതാണ്, ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവനും ജീവിതവും മരണവുമെല്ലാം റഹ്മാനായ റബ്ബേ നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഓരോ ഉദ്ഹിയ്യത്തും എന്ന് പറയുന്നത്, ഉദ്ഹിയ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. കയ്യിൽ പണമുണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ ഉദ്ഹിയ്യത്തിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക. ഉദ്ഹിയ്യത്തിന്റെ പണം പാവപ്പെട്ടവർക്ക് കൊടുത്താൽ മതി, അതങ്ങനെ കൊടുത്താൽ മതിയാവും എന്നൊക്കെ പറയുന്നവരുണ്ട്. അല്ല,
ഉളുഹിയത്തായിട്ട് തന്നെ ചെയ്യണം. ബലികർമ്മമായിട്ട് തന്നെ ചെയ്യണം. അത് പാവപ്പെട്ടവർക്ക് കൊടുക്കൽ നിർബന്ധമാണ്, ഒരു സംശയമില്ലേ. മതനിഷേധികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്, മിസ്കീനുകളുടെ ഭക്ഷണത്തിൽ ഒരു പ്രോത്സാഹനവും കാണിക്കാത്തവരെന്ന്. പക്ഷേ അള്ളാഹുവിന് കൊടുക്കേണ്ട ബലികർമ്മം, അള്ളാഹുവിന് കൊടുക്കേണ്ട നുസുക്ക്, ആ നുസുക്കായിട്ട് തന്നെ കൊടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. കഴിവുണ്ടായിട്ടും ബലിയെറുക്കാത്തവൻ പെരുന്നാൾ നിസ്കരിക്കാൻ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടുപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കടുപ്പിച്ചു പറയാൻ കാരണം അത്രമാത്രം പ്രാധാന്യം ആ ഉളുഹിയത്തിനുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 2 പള്ളികളിലുമായി ഉളുഹിയത്ത് ഒരുമിച്ച് നടത്തപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിഹിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെയുള്ള കമ്മിറ്റിയെ മുഹമ്മദ് കെ ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിഹിതം ഏൽപ്പിക്കുക. എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി തയ്യാറെടുക്കുക. അതിന് പിശുക്ക് കാണിക്കാതിരിക്കുക. കുറച്ചൊക്കെ ഒരു ടൈറ്റ് വന്നാലും കുറച്ചൊക്കെ ഒരു പ്രയാസം വന്നാലും ആ ഉളുഹിയത്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഈ പറയപ്പെട്ട 3 കാര്യങ്ങളും ലോകം പിന്തുടരപ്പെടുന്ന ആ പെണ്ണിന്റെ ചരിത്രം, ലോകാത്ഭുതങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്ന സംസം എന്ന മഹാനീരുറവ, അതുപോലെ ലോകത്തിന് തുല്യതയില്ലാത്ത ആ മകന്റെ ചരിത്രം, ഈ 3 സംഗതികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം വിമലീകരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ 2ാമത്തെ ഖുതുബയിൽ 2 കാര്യങ്ങളാണ് നിങ്ങളെ ഉണർത്താനുള്ളത്. ഒന്ന്, നമ്മുടെ നാട്ടിൽ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ഏതാനും ചിലർ വാഹനാപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിലൊരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ട വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് മോക്ഷം നൽകട്ടെ, സ്വർഗം നൽകട്ടെ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട ഏതാനും ആളുകൾ ചികിത്സയിലും പ്രശ്നത്തിലൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. 1ാമത്തെ കാര്യം അതാണ്. 2ാമത്തത്, പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ വരുന്ന 28-ാം തീയതി ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ ഒരുപാട് വർഷമായി നിങ്ങളോട് ഇങ്ങനെ ഖുതുബ പറയാൻ തുടങ്ങിയിട്ട്. ഞാനിവിടെ ഖുതുബ പറയാൻ തുടങ്ങുന്ന കാലം തൊട്ടേ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് മുഖങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. എൻ്റെ ഖുതുബകളിലോ അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ള അല്ലാതെയുള്ള പെരുമാറ്റങ്ങളിലോ എന്തിലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിരുപാധികം മാപ്പ് ചോദിക്കുകയാണ്. ചിലരൊക്കെ പറഞ്ഞതായിട്ടൊക്കെ അറിവുണ്ട്, കുറച്ച് അഹങ്കാരമുണ്ട്, കുറച്ച് ഹെഡ് വെയിറ്റ് ഉണ്ട്, ചിരിക്കാൻ കുറച്ച് പ്രയാസം എന്നൊക്കെ പറഞ്ഞതായിട്ട് അറിവുണ്ട്. ആരാണെന്നറിയില്ല. എന്തായാലും അറിഞ്ഞുകൊണ്ട് ആരെയും അവഗണിച്ചിട്ടില്ല, ആരെയും ഇകഴ്ത്താൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ അതിൻ്റെ ചിന്തകളിലും മറ്റൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ കണ്ടാൽ ചിരിക്കാൻ മറന്നുപോകും, അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അതുമാത്രമാണ്. അല്ലാതെ ആരെയും ഇകഴ്ത്താനോ അല്ലെങ്കിൽ ആരെയെങ്കിലും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വലിയ സംഭവമാണ് എന്ന ചിന്തയോ ഒന്നൊരിക്കലും മനസ്സിലുണ്ടായിട്ടില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റണം. നിങ്ങൾ ഈ ഉള്ളവന് വേണ്ടി പൊറുക്കൽ തരണം, മാപ്പ് തരണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. റബ്ബിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഹജ്ജിന് പോകാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യാനും പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിന് ഇഷ്ടമായ രൂപത്തിൽ ഇഷ്ടപ്പെട്ടൊരു ദാസനായി തിരിച്ചു വരാനും നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിലുള്ള എല്ലാവർക്കും വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യും. മൊത്തത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആ ഹജ്ജ് കർമ്മം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് പടച്ചവൻ്റെ ആ ക്ഷണം കിട്ടാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹജ്ജിന് പോകാത്ത ഒരുപാട് ആളുകളുടെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത് ചെയ്യരുത്. ആരോഗ്യവും സമ്പത്തും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ആ ഫർദായ കർമ്മം പൂർത്തിയാക്കുക. ഒരിക്കലും നീട്ടിവെക്കരുത്. അങ്ങനെ ആരെങ്കിലും നീട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഞാൻ ഹജ്ജ് എന്തായാലും ചെയ്യുമെന്ന് ഇവിടെ വെച്ച് തന്നെ തീരുമാനിക്കുക, ഇവിടെ വെച്ച് തന്നെ നിയ്യത്ത് ചെയ്യുക. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ. അല്ലാഹ്
അള്ളാഹു ഞങ്ങളുടെ ഓരോ തെറ്റുകളും നീ പുറത്തു മാപ്പാക്കി തരണേ അല്ല. ജീവിതത്തിൻ്റെ അകവും പുറവും സംശുദ്ധമാക്കി നീ കാത്തു സൂക്ഷിക്കണേ അല്ല. സാമൂഹ്യ സാമ്പത്തിക വൈയക്തിക രാഷ്ട്രീയ കുടുംബ മേഖലകളിൽ എല്ലാം നിന്നെ സൂക്ഷിച്ച് പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.